നമസ്കാരം. എൻ്റെ പേര് വിൻസെൻ്റ്. ഞാൻ പാലക്കാട് ജില്ലയിൽ ആലത്തൂർ തോണിപ്പാടം എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാനൊരു ഭിന്നശേഷിക്കാരനാണ്. നടക്കാൻ കുറച്ച് പ്രയാസമുള്ള ഒരാളാണ്. ഞാൻ ഒരു 2 ആഴ്ച മുമ്പ് ഫേസ്ബുക്കിലൊരു വീഡിയോ കാണാൻ ഇടയായി. അപ്പോൾ അത് റീൽ യൂസ് ഹബ്ബ് പുളിയമല പറഞ്ഞിട്ടുള്ള നമ്മുടെ സുരേട്ടൻ്റെ യൂട്യൂബ് ചാനലായിരുന്നു അത്. അപ്പം അതിലൊരു 2 റേഡിയോ കുറിച്ച് ആയിട്ടുള്ളൊരു വീഡിയോ കാണാനിടയത്. അപ്പോൾ എനിക്ക് പഴയ റേഡിയോയോടും ഇതിനോടൊക്കെ കുറച്ച് മോഹം കൂടുതലാണ്. അപ്പോൾ ആരെങ്കിലും ഇതേമാതിരിയുള്ള റേഡിയോകൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തരാറുണ്ട്. ചിലർ പൈസ ആവശ്യപ്പെടാറില്ല, ഞാനത് വാങ്ങും. ഞാൻ ചെറിയ തോതിൽ മെക്കാനിക്കലൊക്കെ ആണ്. അപ്പം ഞാൻ അതൊക്കെ മെക്കാനിക്കൊക്കെ ചെയ്തിട്ട് അങ്ങനെ സൂക്ഷിച്ച് വയ്ക്കുന്ന ഒരു മോഹം എനിക്കുണ്ട്. അപ്പോൾ അങ്ങനെ ആണ് ഈ 2 റേഡിയോ കാണാൻ ഇടയായത്. അപ്പോൾ ഞാൻ അതിൽ കൊടുത്ത നമ്പറിൽ വിളിച്ചു, ഫോണിൽ സംസാരിച്ചു. എനിക്ക് വേണമെന്നുള്ള താല്പര്യം ഞാൻ അറിയിച്ചു. അപ്പം സുരേട്ടൻ എവിടെയാണ് എന്താണെന്നൊക്കെ എന്നോട് ചോദിക്കുകയും ചെയ്തു. വീട്ടിൽ ആരൊക്കെയുണ്ട്, എന്താ ഫാമിലി കാര്യങ്ങളെല്ലാം ചോദിച്ചു. എൻ്റെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം എനിക്ക് അതിനൊരു അതായത് ഞാനിങ്ങനെ പല ആൾക്കാരായിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. അതിൽ എനിക്കൊരു വ്യത്യസ്തമായിട്ട് തോന്നിയ കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇട്ടത്. ഞാനങ്ങനെ വീഡിയോ ഇടുന്ന ഒരാളല്ല. അതിലിപ്പോൾ നമ്മളൊരു ബിസിനസ് നടക്കുമ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. ആരും കൂടുതൽ ഈ ഫാമിലി കാര്യങ്ങളോ മറ്റൊന്നും എൻ്റെ അടുത്ത് ചോദിക്കുന്നത് വളരെ അപൂർവമാണ്. പക്ഷേ സുരേട്ട എൻ്റെ അടുത്ത് ചോദിക്കുകയൊക്കെ ചെയ്തു, വീട്ടിൽ ആരൊക്കെ ഉണ്ട്, എന്തൊക്കെയുണ്ട്. അപ്പം എൻ്റെ ഒരു എന്താ പറയുക, ഒരു കുടുംബത്തിലൊരു അംഗത്തെ മാതിരിയായി പിന്നെ ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം. അങ്ങനെ സംസാരിക്കുകയും ചെയ്തു. എനിക്ക് ആ 2 റേഡിയോയും അദ്ദേഹം എനിക്ക് പാഴ്സലാക്കി തരികയും ചെയ്തു. അപ്പോൾ 2 ദിവസം മുമ്പാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാനൊരു ഹോട്ടലിൽ ക്യാഷിൽ ജോലിക്ക് പോകുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നടക്കാൻ കുറച്ച് പ്രയാസമൊക്കെ ഉണ്ട്. അപ്പോൾ ഇരുന്നുകൊണ്ടുള്ള ജോലിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പാഴ്സൽ എനിക്ക് വന്നു. അപ്പോൾ അതൊന്ന് അൺബോക്സ് ചെയ്യുന്ന അതിൻ്റെ വീഡിയോ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. മാത്രമല്ല, അദ്ദേഹം പിന്നെ നിരന്തരമായി എന്നെ വിളിച്ച് ചോദിക്കാറുണ്ടായിരുന്നു, വന്നുവോ, കിട്ടിയോ എന്നൊക്കെ ചോദിക്കായിരുന്നു. പിന്നെ അത് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇതേമാതിരി ഇടയ്ക്കൊക്കെ ആളുടെ കസ്റ്റമറിനൊക്കെ വിളിച്ച് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്, അന്വേഷിക്കാറുണ്ട് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ വളരെ വിരളമായിരിക്കും എന്ന് തോന്നുന്നു, എൻ്റെ ഒരു അനുഭവം കൊണ്ട് പറഞ്ഞത് മാത്രം. അപ്പോൾ എന്തായാലും സന്തോഷം. ഞാനത് അൺബോക്സ് ചെയ്യുന്നതിൻ്റെ വീഡിയോയ്ക്ക് കിടക്കുകയാണ്. സുരേട്ടൻ നല്ല പാക്കിങ് ചെയ്തിട്ടുണ്ട്. ഇത്തിരി ലോങ്ങുള്ള കാരണം കൊണ്ടായിരിക്കാം. വളരെ സുരക്ഷിതമായിട്ട് എൻ്റെ കൈകളിൽ കിട്ടിയിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള റേഡിയോയുടെ ഫോട്ടോ ഒക്കെ ഒന്ന് വീഡിയോ കാണിച്ചു തരാം.
കട്ടി. എന്തായാലും വളരെ നന്ദി. അപ്പം ഇനി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. ഓക്കെ, താങ്ക് യു.